ഹലോ ഗായ്സ്, ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചില്ല. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പുതിയതിനെ ഉണ്ട്. അപ്പം എല്ലാ കുളിയും ഭക്ഷണവും എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഉറങ്ങണ നേരമാണ്. അപ്പം പുറത്ത് വന്നപ്പോൾ നല്ല മഴയാണ്. അങ്ങനെ മഴയൊക്കെ കണ്ട് നല്ല മഴ പറഞ്ഞാൽ ഭയങ്കര തകൃതിയായിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല മഴ, കുറേ സ്ഥലത്തേക്കൊക്കെ കാറ്റത്ത് ഷീറ്റ് പറന്ന് പോയി അങ്ങനെയുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരുന്നോളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ തന്നെ മഴയൊക്കെ കണ്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പം അതിൻ്റേതായതൊക്കെ ആലോചിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് മഴ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വന്ന് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ പാൽ പകുതി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ പാലെടുത്ത് പോയിട്ട് ചായ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി ചായ വെച്ച് വേഗം. അപ്പം ഞാൻ രാവിലെ സാധാരണ എന്തുണ്ടാക്കിയാലും തിന്നാറില്ല. രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം, പക്ഷേ എനിക്ക് രാവിലത്തേക്ക് വിശപ്പ് അങ്ങനെ വരാറില്ല കേട്ടോ. അതെല്ലാവരുടെയും ചീത്ത കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പരമാവധി ഞാൻ വിചാരിക്കും എന്താ തിന്നണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ എനിക്ക് വിശക്കുന്നില്ല. അതാണ് പ്രശ്നം. അതെന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. എല്ലാവരോടും ഞാൻ പറയും എനിക്ക് വിശക്കാത്ത കാരണമാണ്. അങ്ങനെ ചായയൊക്കെ വെച്ച് അപ്പം ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇന്നലെ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി കഴിക്കാം എന്തായാലും രാവിലെ തന്നെയെന്ന് വിചാരിച്ചിട്ട് ചായയൊക്കെ വെച്ച് ഇഡ്ഡലിയൊക്കെ എടുത്ത് കഴിച്ച് നോക്കി നോക്കാം. വിശപ്പൊന്നുമില്ല, പക്ഷെ എന്നാൽ കൂടി ഇനിയിപ്പോൾ തിന്നാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. എന്നിട്ട് ചായ വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോയി ജനലൊക്കെ തുറന്നിട്ട് ഹോളിലെ ജനലൊക്കെ തുറന്ന് എന്തായാലും കാറ്റും മഴയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഉള്ളിലേക്കൊക്കെ നല്ലൊരു എയർ കടന്നോട്ടെ വെച്ചിട്ട് ഞാൻ ജനലൊക്കെ തുറന്ന് അതിൻ്റെതായ കുറ്റികളും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോഴത്തേനും ചായ തിളയ്ക്കുള്ളൂ എന്നുള്ള നിലയിലൊക്കെ ആയിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ ഈ നേരത്തെ ഞാൻ ചായയുടെ കാര്യം മറന്നുട്ടാ. സത്യം പറയാൻ വെച്ചതാണ് കാര്യം. ജനലയുടെ അവിടെ വരെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പാല് വെച്ചതേ, പിന്നെ ഞാനത് മറന്നു. പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചായ കുടിക്കണ്ടേ ഈ തണവത്ത് എന്ന് ആലോചിച്ചപ്പോഴാണ് വേഗം ഓടിപ്പോയി നോക്കിയത്. വേറെ ഒന്നും ഉണ്ടായില്ല, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, ആർക്കൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ ചായ തിളച്ച് പോയി. ആകെ കുറച്ച് ചായ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ മുക്കാലും തിളച്ച് പോയി. എന്നാലും വേണ്ടിയില്ല, ഒരു ഗ്ലാസ് കിട്ടി. എന്നിട്ട് പിന്നെ വേഗം അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ചായ വെച്ച് കഴിക്കാതിരിക്കാം എന്നുള്ള നിലയിൽ കറക്റ്റ് 1-1.5 ഗ്ലാസ്സൊക്കെ ബാക്കി കിട്ടി ദൈവഭാഗ്യത്തിന്. എന്നിട്ട് അപ്പോഴെങ്കിലും വന്ന് നോക്കാൻ തോന്നിയത് ഭാഗ്യം, അല്ലെങ്കിൽ ആ തണവ് നോക്കിയിരുന്നെങ്കിൽ അവിടെ ഇരുന്നെ. അങ്ങനെ ഒരു കപ്പ് ചായയൊക്കെ ആക്കി വേഗം ഇഡ്ഡലിയും സാമ്പാറും ഇതൊക്കെ എടുത്ത് കഴിക്കാൻ പോവാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇപ്പോഴും അവൻ ഉറങ്ങുന്ന കേട്ടോ. അവൻ കുളി കഴിഞ്ഞ് പാപ്പൊക്കെ തിന്നിട്ട് ഉറക്കം കുറച്ച് നേരം ഉറങ്ങി. ഇപ്പോഴൊക്കെ അവൻ ഉറങ്ങുകയാണ്. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അവനൊരു 2 മണിക്കൂറൊക്കെ ശരിക്കും നല്ല ഉറക്കം ഉറങ്ങും. പക്ഷെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഉറങ്ങണില്ല. കെടുത്തുമ്പോഴത്തേനും പെട്ടെന്ന് എണീക്കുക, ഒരു 1/2 മണിക്കൂറൊക്കെ തികച്ച് ഉറങ്ങണമെന്നില്ല. അപ്പോഴത്തേനൊക്കെ എന്തെങ്കിലും സൗണ്ട് കേട്ടിട്ട് എണീക്കും. അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം റയറായിട്ടാണ് കുറേ നേരം കിടന്ന് ഉറങ്ങാറുള്ളൂ. അപ്പോൾ ഇതേനാ ഞാൻ 3 ഇഡ്ഡലിയൊക്കെ തിന്നണത്. കുറേ കാലങ്ങൾക്ക് ശേഷം 3 ഇഡ്ഡലിയൊക്കെ തിന്നണം കേട്ടോ. 3 ഇഡ്ഡലിയൊക്കെ തിന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും തിന്നില്ല. 3 ഇഡ്ഡലി 1, 2 അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുള്ളൂ. അങ്ങനെ അതൊക്കെ എടുത്ത് സമാധാനമായി കഴിക്കാൻ വേണ്ടി ഇരുന്ന് പാട്ടൊക്കെ പാടിയിട്ടാണ് കഴിക്കാതിരിക്കണത്. അങ്ങനെ പാട്ടൊക്കെ പാടി കഴിക്കാനിരുന്ന് ആദ്യത്തെ ഉരുള വായിൽ വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. മറ്റേ ഡയലോഗ് പറഞ്ഞ മാതിരി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല സാറേ എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോഴത്തേനും എൻ്റെ മോൻ വിളിച്ചു കരഞ്ഞ് എണീറ്റിട്ട്. പിന്നെ ഞാൻ വേഗം പോയി നോക്കിയപ്പോൾ അവനവിടെ എണീറ്റിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കിണി സൈക്കിൾ ഓടിക്കണ മാതിരി കാലിട്ടടിച്ച് നമ്മളങ്ങനെ എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അതേ കിടന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ മുഷിപ്പിച്ചിട്ട് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പോക്കായിരിക്കും. അപ്പോൾ പിന്നെ ചിരിച്ച് കളിച്ച് വിളിച്ചൊക്കെ ആയിട്ട് അങ്ങനെ എണീറ്റ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അവൻ എന്ത് ഈ പെണ്ണുമ്പിള്ള ലൈറ്റ് ഓണാക്കിയിട്ട് വന്നേക്കണം രാവിലെ തന്നെ. ഇതിന് വേറെ പണിയൊന്നുമില്ലേ.
ഇതിന് ഈ നേരം കൊണ്ട് വല്ല ജോലിക്ക് പോയി കഴിഞ്ഞാൽ വല്ല പൈസ ഉണ്ടാക്കി കൂടെ എന്നുള്ള നിലയിലാണ് അവൻ്റെ നോട്ടം. ചില നേരത്ത് പിന്നെ ഈ നോട്ടം നോക്കാറുണ്ട്. അങ്ങനെ 1-2 പറഞ്ഞ് കിക്കിലേക്ക് ആക്കി നല്ല മൂടാക്കിയിട്ട് എണീപ്പിക്കണ്ടേ. എന്നിട്ട് ഞാനിങ്ങനെ മഴയത്ത് കൊണ്ട് നിർത്താൻ കുറച്ച് നേരം, പുറത്തല്ലാട്ടാ, ഉള്ളിൽ തന്നെ. അങ്ങനെ നിൽക്കുന്ന നേരത്ത് പിന്നെ അമ്മ പണി കഴിഞ്ഞ് രാവിലെ വന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവനെ അമ്മയുടെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഞങ്ങളുടെ ഷെൽഫ് റൂമിൽ തന്നെ ഒതുക്കാം. ഇത് എത്ര ഒതുക്കി വെച്ചാലും അറിയാലോ, എത്ര ഒതുക്കി വെച്ചാലും അത് പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങളോ വലിച്ച് പിടിച്ച് അത് അലങ്കോലമായിട്ട് കിടക്കും. അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റുകളൊക്കെ, ഇതിപ്പം ബെഡ്ഷീറ്റുകൾ ഞാൻ വിരിക്കണത് എനിക്ക് ലിങ്ക് എന്തെങ്കിലും ടാഗ് ചെയ്യാൻ പറ്റാത്തത് ഇപ്പം നമുക്ക് മോണിറ്റൈസേഷനൊന്നും ആവാത്ത കാരണം കേട്ടോ. അതൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ബെഡ്ഷീറ്റുകൾ ഞാൻ ഓൺലൈനിൽ മേടിച്ചതിനൊക്കെ ലിങ്കൊക്കെ ഞാൻ തരുന്നുണ്ട്. കാരണം അഫോർഡബിളായിട്ട് നമ്മൾ മേടിക്കുന്ന ബെഡ്ഷീറ്റുകളാണ്. ഞാനൊക്കെ വില കുറവിന് കണ്ടപ്പോൾ മേടിച്ചിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ്. അത് അടിപൊളി യൂസുമാണ് കേട്ടോ. എന്ന് വെച്ചാൽ 2-3 വട്ടം, ഞാനിപ്പോൾ കുറേ നാളായി ഞാൻ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ മേടിച്ചിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ് അതൊക്കെ. വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് ഓൺലൈനിൽ നിന്ന് മേടിക്കുമായിരുന്നു. അങ്ങനെ മേടിച്ച ബെഡ്ഷീറ്റുകളാണ്. അതിന് വേറെ പ്രശ്നവും കളറുകളൊക്കെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ആയതിന് ശേഷം ഞാൻ ലിങ്കൊക്കെ കൊടുക്കാം കേട്ടോ. കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ ഓൺലൈനിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്, അഫോർഡബിളായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ അവൻ്റെ കളിയിലാണ്. പിന്നെ അവർക്കൊക്കെ എണീറ്റ് ഇപ്പോൾ പിന്നെ അമ്മമ്മേൻ്റെ അടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മേനെ കാണണം. ആരെ എവിടെ വേണേലും പോവും. 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ അമ്മേനെ കാണണം, അത് കണ്ടിരിക്കണം, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ കളിച്ച് ചിരിച്ച് പിന്നെ എൻ്റെ കൂടെ പോകുന്നു. പിന്നെ ഉറങ്ങിയിട്ടില്ല അവൻ. കുറേ ഞാൻ ഉച്ചയ്ക്ക് ഉറക്കാൻ നോക്കി, പക്ഷെ ഉറങ്ങിയില്ല അവൻ. പിന്നെ ഞാൻ അവനെ പിടിച്ച് വലിച്ച് ഇപ്പോൾ എവിടെ പോയാലും ജനലമ്മ പിടിച്ച് കയറ്റാൻ കൂടുതലാണ്. അപ്പോൾ ഇതിപ്പോൾ എന്നെ ഒരാൾ മയക്കണതാണ് ഇപ്പോൾ കാണുന്നത്, ചുണ്ടിട്ട് അട്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഷർട്ടും 2 പാൻറ്റൊക്കെ തിരുമ്പി തേക്കാമെന്ന് വിചാരിച്ചു, ചേട്ടൻ്റെയും. അപ്പോൾ ചേട്ടൻ സാറ്റർഡേ വരിക. അപ്പോൾ സൺഡേ നമുക്ക് പരിപാടികളുണ്ടല്ലോ. പിന്നെ സൺഡേ കഴിഞ്ഞ് മൺഡേ ഞാൻ പോവും. ഞാനിനി കോഴിക്കോടൊക്കെ പോവുക. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതിനുള്ള നല്ല ഷർട്ടുകളൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഇരുന്ന് തേക്കാനും പിടിക്കാനും കുട്ടീനെ വെച്ച് നടക്കാം, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, മറ്റേ ഷർട്ടുകളൊക്കെ തേക്കാം. പിന്നെ സൺഡേ ഒരു പരിപാടിക്ക് ഞാൻ സാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഇതിലായിട്ട് മറ്റേ പ്ലീറ്റൊന്നും എടുക്കാറില്ല, എനിക്ക് പ്ലീറ്റ് എടുക്കാനൊന്നും അറിയില്ല. അപ്പം ഫസ്റ്റ് ടൈം എനിക്കെന്തോ ഇത് തേച്ചപ്പം ഭയങ്കര എനർജി ആയിപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെന്ത് പ്ലീറ്റ് എടുത്തുകൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കൊക്കെ പ്ലീറ്റ് എടുത്ത് അടിപൊളി എൻ്റെ ഹൈറ്റിനൊക്കെ നന്നായി, തലയൊക്കെ നന്നായി പ്ലീറ്റൊക്കെ എടുത്തു. തലയെന്ന് വെച്ചാൽ സാരിയുടെ തല. പ്ലീറ്റ് എടുത്ത് തലഭാഗം വെച്ച് നോക്കിയപ്പോൾ തല തിരിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓൾറെഡി ഞാൻ തല തിരിഞ്ഞ കാരണം സാരിയുടെ തലയും തിരിഞ്ഞു എന്ന്. അപ്പോൾ പിന്നെ എനിക്ക് ഒരു വട്ടം ചെയ്തു, സക്സസ് ആയില്ലെങ്കിൽ ഞാൻ പിന്നെ ആ പണിക്ക് നിൽക്കില്ല എന്നൊക്കെ അറിയാം. അതുകൊണ്ട് പിന്നെ ഞാനത് വേഗം അഴിച്ചിട്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് 1 സൈഡ് ഇടാനാ യോഗം എന്ന് പറഞ്ഞിട്ട് ഞാനത് നേരെ അഴിച്ച് പിന്നെ സ്ട്രെയിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് ഞാൻ പിന്നെ മടക്കി കൊണ്ട് അലമാരയിൽ കൊണ്ട് വെച്ചു. ഇനി ഞായറാഴ്ച കഴിഞ്ഞിട്ട് അത് 1 സൈഡ് എടുത്ത് പോവുക, അത്ര തന്നെ. കണ്ടില്ലേ, ഇപ്പം ഈ കാട്ടി കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മറ്റേ ആർട്ടിസ്റ്റുകൾ ചെയ്യണ ഇതിലൊക്കെയാണ് ഞാൻ ചെയ്യണത്. അപ്പോഴും അമ്മ പറയുന്നുണ്ട് ഞാൻ ചെയ്ത് തരണ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ വേണ്ട, ഞാൻ ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ പാപ്പൊക്കെ കൊടുത്ത് അപ്പോഴത്തേനും നല്ല വാശിയായി തുടങ്ങിയിട്ടാണ്, വിശന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പഴം പുഴുങ്ങിയതൊക്കെ എടുത്ത് പാപ്പൊക്കെ കൊടുത്ത് വേഗം നിറച്ച് കിടത്തി ഉറക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതെൻ്റെ വിചാരം മാത്രമായിരുന്നു. പാപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞു, പക്ഷേ അവ ഉറങ്ങിയില്ല. അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ടൊക്കെ വേണം പാപ്പ് കൊടുക്കാൻ, ഓരോന്നും കാട്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ അവിടെ ഒന്ന് മൂത്രമൊഴിച്ചു. അപ്പോൾ പിന്നെ ഞാൻ വേഗം അമ്മ തുണിയും കൊണ്ട് വന്ന് അതൊക്കെ ശരിയാക്കി തുടച്ച് റെഡിയാക്കിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതും കൂടി കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവൻ ഉമ്മറത്ത് പോയിരുന്നു. അവിടെ അമ്മ നിൽക്കണ്ടേ, അത് കാരണം അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങണോ എന്നുള്ള നിലയിലാണ് നോക്കിക്കണം. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ അപ്പ വിളിച്ചു. ഉച്ച ടൈമായപ്പോൾ അപ്പ വിളിച്ചു ഫ്രീ ടൈമിൽ. പിന്നെ കുറേ നേരം അപ്പേരെ അടുത്ത് വർത്താനം പറഞ്ഞു. അങ്ങനെ കുറേ ഇതിന് കിണുങ്ങി തുടങ്ങി. എന്ന് വെച്ചാൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിണുങ്ങി ഉറക്കം വരുന്നുണ്ട്. പക്ഷേ
ഉറങ്ങണില്ല. അപ്പോൾ അപ്പേനെ കൂടിയും കണ്ടപ്പോൾ ഭയങ്കര കിണുങ്ങലായി. അപ്പോൾ കുറേ നേരം അപ്പേരെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഇപ്പോൾ അപ്പേനെ കണ്ടേണ്ട അഭിനയാട്ടാ. ഭയങ്കര ഷോ ആയിരുന്നു. അപ്പനെ കണ്ട ഭയങ്കര ഷോയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവൻ കളിക്കാനും പിടിക്കാനൊക്കെ നിന്ന്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി എനിക്ക് ചോറിനാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മുട്ട പുൾസൈ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ മുട്ട പുൾസൈ ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കാട്ടോ. അതുണ്ടാക്കിയിട്ട് ഞാൻ ചോറ് തിന്നാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ അവൻ അവിടെ വാശിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ വോയിസ് എടുക്കുമ്പോഴും അത് അവിടെ നല്ല വാശിയാണ്. എന്ന് വെച്ചാൽ എന്നെ കണ്ടു സൈഡിൽ കൂടെ. അങ്ങനെ ഒരു മുട്ടയൊക്കെ എടുത്ത് പുൾസയൊക്കെ ഉണ്ടാക്കി ചോറ് തിന്നാൻ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. എനിക്ക് മറ്റേ ഓമലറ്റ് അങ്ങനത്തെ സാധനത്തിനേക്കാളും എനിക്കിഷ്ടപ്പോൾ ബുൾസൈ ആട്ടാ. പണ്ടൊക്കെ എനിക്കിഷ്ടമായിരുന്നു മുട്ടയിൽ സബോളയും പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാ സാധനങ്ങളും ഇട്ട് ഭയങ്കരമായിട്ട് അങ്ങനെയൊക്കെ തിന്നാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സാധനത്തിന് അങ്ങനെ തിന്നാനൊന്നും ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ ഗർഭിണി ആയതിന് ശേഷം. അപ്പം അങ്ങനെ ഇപ്പോൾ അമ്മമ്മ ചീത്ത പറയുമ്പോൾ 4 അങ്ങോട്ട് പറയുന്ന ടീമാണ്. അങ്ങനെ ഞാൻ വേഗം അതിൻ്റെ ഇടയിൽ കുറേ കടിയും കിട്ടിയ അമ്മമ്മയ്ക്ക്. എന്നിട്ട് ഞാൻ വേഗം പോയി കാറ് കയറ്റിയിട്ട് ചേട്ടല്ലാത്ത കാരണം 2 ദിവസം കൂടുമ്പോൾ ഞാൻ കാറ് ഇറക്കി വെറുതെ കയറ്റി പുറത്തേക്ക്. ഞാൻ റോട്ടിക്കൊന്നും എടുക്കില്ല, അതിനുള്ള ധൈര്യം എനിക്കില്ല. ചേട്ടനെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അങ്ങനെ പുറത്തേക്ക് എടുത്ത് അങ്ങോട്ട് ബാക്കിക്ക് ഇട്ട് വെറുതെ പുറത്തേക്ക് ഇട്ടപ്പോൾ അവൻ ഞാൻ പോവാമെന്ന് വിചാരിച്ച് കരഞ്ഞപ്പോൾ ഞാൻ വേഗം അവനെ എടുത്തിട്ട് ഞാൻ കാറിൻ്റെ ഉള്ളിൽ കൊണ്ടെത്തി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കുറച്ച് നേരം കളിച്ച് പിന്നെ വേഗം കൂടെ എത്തു. പിന്നെ നല്ല വാശിയപ്പോൾ ഞാൻ പിന്നെ ഈ വ്ളോഗ് അവിടെ വെച്ച് നിർത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.